الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവ്വലോക രക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്നത് സ്വർഗപ്രവേശനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ച് അനേകം വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലെത്തുന്ന മനുഷ്യരുടെ സംസാരങ്ങളെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തിനായിരിക്കും ആ സംസാരങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു തന്നത്? അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലെ ആനന്ദങ്ങളും അനുഭൂതികളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ സ്വർഗവാസികൾക്കിടയിൽ നടക്കുന്ന ഒരു സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. فأقبل بعضهم على بعض يتساءلون قال قائل منهم إني كان لي قرين. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വേളയിൽ അവരിൽപ്പെട്ട ഒരാൾ പറയും, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കേട്ടോ എന്നാണ്. ആ കൂട്ടുകാരന്റെ പ്രത്യേകത എന്താണ്? അവൻ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് നിഷേധിക്കുന്നവനായിരുന്നു. അവൻ അതൊന്നും അംഗീകരിക്കുന്ന ഒരുത്തനായിരുന്നില്ല. മാത്രമല്ല, അതിനെയെല്ലാം വിമർശിക്കും. അവൻ എന്നോട് ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങളുണ്ട്. യഖൂൽ അഇന്നക ലമിനൽ മുസദ്ദിഖീൻ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമാ അഇന്നാ ലമദീനൂൻ. നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണോ? അവന്റെ ചോദ്യമാണ്. ഈ ചോദ്യം ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ നാം കേൾക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, കുടുംബങ്ങളിൽ ഈ സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണോ? മരണത്തിന് ശേഷം നീ വീണ്ടും എഴുന്നേറ്റ് വരുമെന്നാണോ പറയുന്നത്? അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമാ അഇന്നാ ലമദീനൂൻ. നമ്മളൊക്കെ മരിച്ച് മണ്ണോട് ചേർന്ന് എല്ലാം കഴിഞ്ഞു പോയിട്ട് നമ്മുടെ കർമ്മഫലങ്ങൾ നമുക്ക് നൽകുമെന്നാണോ നീ പറയുന്നത് എന്നവൻ എന്നോട് പരിഹസിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അവനെ കുറിച്ച് ഈ സന്ദർഭത്തിൽ ഓർത്തുകൊണ്ട് ഈ സ്വർഗക്കാരൻ പറയാണ്, എന്താണ് അവന്റെ അവസ്ഥ ഇന്ന് എന്ന് നമുക്കൊന്ന് അറിയേണ്ടതില്ലേ?
അള്ളാഹുവിൽ വിശ്വസിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചു പോയപ്പോൾ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, കൂടെ നിന്ന് പരിഹസിച്ചിട്ടുണ്ട്. എല്ലാം സഹിച്ച് ഞാൻ ഇന്നിവിടെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. അന്നാ പറഞ്ഞു നടന്നവർ, പുരോഗമനത്തിന്റെ ആളുകളെന്ന് പറഞ്ഞവർ, അവർക്ക് മുസല്ലമിരിക്കാൻ, അവർക്ക് പരമധാരികൾ തിരിക്കാൻ, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു ദുനിയാവിൽ. എന്താണ് അവന്റെ അവസ്ഥ? കാലാ മനുഷ്യന സമയത്ത് പറയും, ഹൽ അൻതും മുത്തലിഊൻ, എന്റെ കൂട്ടുകാരൻ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കൊന്ന് എത്തി നോക്കാം. നിങ്ങൾ നോക്കാനുണ്ടോന്നാണ്. അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്, അവന്റെ സ്ഥിതി എന്താണെന്ന് അറിയാനാണ്. അവരെത്തി നോക്കുമ്പോൾ അവരെ നരകത്തിന്റെ മധ്യത്തിൽ അവർ കാണുമെന്നാണ്. അന്ന് ഇവിടെ ദുനിയാവിൽ വെച്ച് ഈ വിശ്വാസങ്ങളും ദീനുമൊക്കെ പറയുമ്പോൾ, ഓ നിങ്ങൾ വലിയ ഏതോ 6-ാം നൂറ്റാണ്ടുകാർ എന്നൊക്കെ പരിഹസിച്ച് കടന്നുപോയ മനുഷ്യരില്ലേ, ആ മനുഷ്യരെ പോലെയുള്ള ആളുകൾ അവനെ നരകത്തിന്റെ മധ്യത്തിൽ കാണുമെന്നാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, സ്വർഗത്തിൽ എത്തിച്ചേർന്ന മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹുവിനോട് നന്ദി കാണിക്കാണ്. അല്ലാഹുവേ, നീ തന്നെയാണ് റബ്ബേ സത്യം. അവന്റെ കൂടെ ഞാനെങ്ങാനും ചേർന്നു പോയിരുന്നെങ്കിൽ ഞാനും നാശത്തിൽ അകപ്പെടുമായിരുന്നല്ലോ. നിന്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ആ നരകത്തിൽ ഹാജരാക്കുന്ന അവന്റെ കൂടെ ഞാനും കിടക്കേണ്ടി വരുമായിരുന്നല്ലോ എന്ന് ആ മനുഷ്യൻ പറയുമെന്നാണ്. ആ സംസാരം അവൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടോ സ്വന്തം കൂട്ടത്തിലുള്ള സ്വർഗവാസികളോട് ആ മനുഷ്യൻ സംസാരിക്കാണ്. അഫമാ നഹ്നു ബിമയ്യിതീൻ, ഇനി നമുക്ക് മരണമില്ലല്ലോ. ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ, ആദ്യത്തെ മരണമല്ലാത്ത ഒരു മരണം ഇനി നമുക്കില്ലല്ലോ, നമുക്ക് ഇനി ഇവിടെ ശിക്ഷകളൊന്നും ഏറ്റുവാങ്ങേണ്ടതുമില്ലല്ലോ എന്ന സന്തോഷം പറയുന്നതാണ്. ആ സമയത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചേർത്തു പറയാണ്, നമ്മളോട് പറയാണ്, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അദീം, ഇതുതന്നെയാണ് മഹത്തായ വിജയമെന്ന് പറയുന്നത്. ദുനിയാവിന്റെ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് സ്വന്തം ജീവിതത്തെ സുരക്ഷിതമാക്കി സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിൽ കൊണ്ട് വിരാജിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. എന്നിട്ട് അല്ലാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, പ്രയത്നിക്കുന്നവരെ, പണിയെടുക്കുന്നവരെ ആത്മാർത്ഥമായി ഇതുപോലെയുള്ളതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ വചനങ്ങൾ നമ്മൾ നമ്മോട് സംസാരിക്കണം. ഈ വചനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സംസാരിക്കണം. എന്താണ് ഇത്തരത്തിലുള്ള ആശയങ്ങളും മറ്റുമൊക്കെയായ ആളുകൾ കടന്നു വരും, സംശയങ്ങൾ ഉണ്ടാക്കും. പഠിച്ചോണ്ടോ, ഈ കണ്ടിട്ടുണ്ടോ, ഇത്ര കാലം മരിച്ചിട്ട് ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് തെറ്റിദ്ധരിച്ച് ഖുർആനിലേക്ക് എത്ര തെറ്റുകളെന്നറിയോ എന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കാൻ നടക്കാൻ, അതിനുവേണ്ടി ചാനലുകൾ തുടങ്ങി നടക്കാൻ. ആ മനുഷ്യരുടെ ഷർറുകൾ സംശയങ്ങളായി മനസ്സിൽ കുടിയിരുത്തപ്പെട്ടാൽ ആ സംശയങ്ങൾ വലുതാകുമ്പോൾ അവനതിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും വിശദീകരണങ്ങൾ കൊടുക്കാനും നമ്മൾ പ്രാപ്തരല്ല എങ്കിൽ അവർ വഴിതെറ്റിപ്പോകുമെന്നുള്ളത് തീർച്ചയാണ്. അവർക്കുള്ള നഷ്ടത്തിന്റെ കണക്കാണ് നാളെ സ്വർഗത്തിൽ നിന്ന് ഈ മനുഷ്യർ സംസാരിക്കുന്നത്. അതൊരു വിഭാഗം തമ്മിലുള്ള സംസാരമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഭാഗത്തിന്റെ സംസാരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വഅഖബല ബഅ്ദുഹും അലാ ബഅദിൻ യതസാഅലൂൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ അവർ പറയും, എങ്ങനെയാണ് നമുക്ക് സ്വർഗം കിട്ടിയതെന്നറിയുമോ? ഖാലൂ ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, നാം നമ്മുടെ കുടുംബത്തിലായിരുന്നപ്പോൾ, ദുനിയാവിലായിരുന്ന വേളയിൽ നാം ഭയഭക്തിയുള്ളവരായിരുന്നു. എങ്ങനെയാണ് സ്വർഗം കിട്ടിയത്? തഖ്വയുള്ളവരായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ ഹാഹുനാ 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 എന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടി ഇവിടെയാണ് തഖ്വ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തഖ്വ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടോ എന്നുള്ളത്. ആ തഖ്വ ഇല്ലാതെ പോയാൽ സഹോദരങ്ങളെ, പേരിന് ചിലപ്പോ ഇസ്ലാമിന്റെ പേരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടാനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിക്കാനും സമയം കിട്ടാതെ പോയാൽ ഈ
ഈ ജീവിതം നഷ്ടമായിരിക്കുന്നതാണ്, നഷ്ടമായിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മരിച്ച് നാളെ റബ്ബിനെ കാണുമ്പോൾ സ്വർഗമില്ല എന്നാണ് നാം തിരിച്ചറിയുന്നതെങ്കിൽ, മരിക്കുന്ന വേളയിൽ സ്വർഗത്തിന്റെ മാലാഖമാർ നമുക്ക് വേണ്ടി കാത്തിരിക്കാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്തിനായിരുന്നോ നമ്മുടെ ഈ ജീവിതം? അള്ളാഹു തന്ന സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിച്ചിട്ട് എന്തിനായിരുന്നു ഈ ജീവിതം? ആ നരകത്തിലെ വിറകുകൊള്ളികളായി തീരാനോ? ഒരിക്കലും നമുക്ക് സംഭവിച്ചുകൂടാ. നാം ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തെ കാണണം. ആ തക്കമുള്ള മനുഷ്യന്മാർക്ക് കിട്ടിയ ഗുണം അവർ പറയട്ടെ, അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. രോമകൂപങ്ങൾക്കിടയിലൂടെ തുളച്ചു കയറുന്ന നരക ശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തു സംരക്ഷിക്കുകയും ചെയ്തു. അവൻ അള്ളാഹുവിന് ശുക്ർ പറയണം. നമ്മൾ പണ്ടേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നല്ലോ. ആ റബ്ബ് അതെല്ലാം കാരണം നമ്മെ സുരക്ഷിതമാക്കി ഈ സ്വർഗത്തിലെത്തിച്ചു നമ്മുടെ തഖ്വ കൊണ്ട് എന്നാണ്. അതുണ്ടാകണം, രഹസ്യത്തിലും പരസ്യത്തിലുണ്ടാകണം. ആരെ കാണുന്നില്ലെങ്കിലും നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ അവനുണ്ട് എന്ന ബോധം അത് ഹൃദയത്തിനകത്ത് എപ്പോഴും സന്നിവേശിപ്പിക്കപ്പെടണം. അപ്പോഴാണ് ഒരു ഹറാമിന്റെ ഘട്ടം വരുമ്പോ അല്ലാഹുവിന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുണ്ടാകണം. മൂന്നാമത്തെ ഒരു വിഭാഗം നമ്മൾ കാണുന്നത് സ്വർഗത്തിലെ ഒരു സംസാരം. എന്താണ് അവരുടെ പ്രത്യേകത? ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു പോയി, നന്മകള് ചെയ്യാൻ അവർക്ക് സമയം കിട്ടിയില്ല, തിന്മകളോ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാവും ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ, സ്വർഗത്തിലെത്തിയ മനുഷ്യർ അവർ സ്വർഗത്തോപ്പുകളിലായിരിക്കും. ആ സമയത്ത് അവർ അക്രമികളെ കുറിച്ച്, അതായത് ഇവിടെ ഇങ്ങനെ നന്മ ചെയ്ത് നടക്കുന്ന മനുഷ്യന്മാരെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് തിന്മകൾ ചെയ്തുകൊണ്ട് നന്മകൾക്കൊന്നും മുന്നിട്ട് വരാത്ത കുറെ മനുഷ്യന്മാരുണ്ടാവില്ല. ആ ആളുകളെ കുറിച്ച് അവർ സംസാരിക്കുന്നത്. നമുക്കും ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളിങ്ങനെ നിസ്കരിച്ച് നോക്കിയിട്ട് ദീനേറ്റ് നടന്നിട്ട് അള്ളാന്റെ പരീക്ഷണങ്ങൾ മുഴുവൻ നമുക്ക് ഇതൊന്നും ഇല്ലാത്തവൻ അന്ന് ദുനിയാവിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് കൊടുക്കണേന്നാണ് അല്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈമാൻ കൂടുന്നതിനനുസരിച്ച് പരീക്ഷണം ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. മറ്റുള്ളവരെ പടച്ചടം വരെ വിട്ടുകൊടുക്കുന്ന ഒരതീവൻ പിന്നെ ഒരു പിടുത്തം പടച്ചോ പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് ദുനിയാവില് കിട്ടുന്ന ഈ എന്തെങ്കിലുമൊക്കെ ചില ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും, വീടും കാറും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെയാണ് ദുനിയാവിലെ സന്തോഷം, അല്ലെങ്കിൽ അതാണ് എനിക്ക് നേടേണ്ടത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അതൊന്നും കിട്ടിയില്ലെങ്കിലും മരണം മുതൽ ആരംഭിക്കുന്ന സ്വർഗീയ സുഖങ്ങൾ അതായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ടത്. സ്വർഗത്തിൽ നിന്ന് അവർ സംസാരിക്കാണ് അനിൽ മുജ്രിമീൻ, അക്രമികളെ കുറിച്ച്, പാപങ്ങൾ ചെയ്തു കൂട്ടിയവരെ കുറിച്ച് അവർ ചോദിക്കാണ്. എല്ലാം അവർക്ക് അല്ലാഹു ചില വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവോ? എന്തായിരിക്കും? അങ്ങനെ അവർ നരകത്ത് നോക്കും, നരകത്തിൽ മനുഷ്യരെ കാണും. അവരോടവർ ചോദിക്കും, മാ സലകകും ഫീ സഖർ, ഈ സഖർ എന്ന നരകത്തിൽ എന്തു കാരണത്താലാണ് നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെട്ടത്? അവർ പറയുന്ന ഉത്തരം ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ലം നകു മിനൽ മുസല്ലീൻ, നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. നമസ്കരിക്കുന്നവരോട് നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, നിസ്കാരം അടിസ്ഥാനമാണ്, അടിസ്ഥാനമാണ്. ഒരിക്കലും വീഴ്ച വരാതിരിക്കാനുള്ള ഗൗരവത്തിലുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. സുബഹിന്ന് കഴിഞ്ഞല്ലോ, എത്ര പേർക്ക് പള്ളി കിട്ടി എന്നാലോചിക്കണം, എത്ര പേർക്ക് കിട്ടി എന്നാലോചിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നവർക്ക് എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട് എന്നാലോചിക്കണം. അല്ലെങ്കിൽ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. വലം നകു നുതഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. നാം ജീവിക്കുന്ന പരിസരങ്ങളിൽ, നമ്മുടെ മഹലിന്റെ പരിധിയിൽ ഒരു പാവപ്പെട്ട കുടുംബമുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് കയറി ചെന്ന് അവന്റെ പ്രയാസം തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് ഉത്തരവാദിത്തമാണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ പട്ടിണി മാറ്റാന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അള്ളാന്റെ ചോദ്യം, മതത്തെ കളവാക്കിയവനെ നീ കണ്ടുപോകും.
വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിനോ പ്രേരണ കൊടുത്തില്ല. അനാഥയെ തള്ളിക്കളഞ്ഞു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനാഥയെ സംരക്ഷിക്കൂ, ഇതുപോലെ നാളെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ജീവിക്കാമെന്ന്. നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൂ, നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞാൻ തീർത്തു തരാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇത്ര കാലം ജീവിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നത് നമ്മൾ ചോദിക്കണം. മാത്രല്ല നന്മകളൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, തിന്മ ചെയ്യുന്നവരോടൊപ്പം വൃത്തികേടുകളിൽ മുഴുകുന്നവരോടൊപ്പം ഞാനും മുഴുകാറായിരുന്നു എന്നാണ്. തോന്നിവാസികളോടൊപ്പം ഞങ്ങൾ തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ്. മാത്രല്ല പരലോകത്തുള്ളത് ഞങ്ങളൊക്കെ അവിശ്വസിച്ച് തള്ളി. എന്ത് സംഭവിച്ചു? അതിനിടയിൽ ഞങ്ങൾക്ക് മരണം വന്നെത്തി. ആരുടെ ശുപാർശയുമില്ലാത്ത ഒരു ലോകത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 3 സംസാരങ്ങൾ സ്വർഗത്തിൽ സ്വർഗവാസികൾ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. ഒന്ന്, ഇതൊക്കെ നിഷേധിച്ച് തള്ളുമ്പോൾ ഇവിടെ ചിലപ്പോൾ ആളും ആരവൊക്കെ ഉണ്ടാകും, കുറെ ലൈക്കും ഷെയറൊക്കെ കിട്ടിയെന്ന് വരും, പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടാകും. റബ്ബിന്റെ കോടതിയിൽ അവനൊന്നും ബാക്കിയുണ്ടാവില്ല. രണ്ടാമത്തേത്, അകത്തുണ്ട് ദീനിനെ എന്ന് പറയും, അതൊക്കെ ഉള്ളിലേക്ക് കടക്കാത്ത ആളുകളാണ്, അവരും നരകത്തിന്റെ പ്രതിസന്ധി അനുഭവിക്കുമെന്നാണ്. മൂന്നാമതായി, നന്മകൾ ചെയ്യാതെ തിന്മകളിൽ മുങ്ങി കുളിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്, അവരും നാളെ നരകത്തിലായിരിക്കുന്നതാണ്. ഇത് റബ്ബ് നമ്മോട് നേരത്തെ സംസാരിച്ചത് ആ അപകടത്തിൽ ചെന്നു ചാടാതിരിക്കാനാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുക, ഈ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും പെടാതിരിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഈ രാജ്യത്തുള്ള മനുഷ്യർക്ക് നൽകുന്ന അവകാശങ്ങൾ, വ്യത്യസ്ത മതം സ്വീകരിക്കാൻ, ആ മതം മറ്റുള്ളവരോട് സംസാരിക്കാൻ, ആ മതത്തിന്റെ ആചാരങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ, ഇതിനൊക്കെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ മുസ്ലിം സമൂഹത്തോട് ആ ഭരണഘടനയിലെ അവകാശങ്ങളും നിർദ്ദേശങ്ങളുമൊന്നും അങ്ങനെ പാലിക്കേണ്ടതില്ല എന്ന ഒരു സംസ്കാരത്തിലേക്ക് ഒരു പൊതുബോധം ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നത് നാം മറന്നുപോകരുത്. സ്കൂളിൽ ഒരു കുട്ടിക്ക് തട്ടം ധരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് എന്തൊരു ധൈര്യത്തിലാണ് നമ്മളെ ഇടയിൽ നിന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇന്നത്തെ തലമുറയാണ്. എത്ര പേർക്ക് ആ ചരിത്രങ്ങളൊക്കെ അറിയാം എന്നതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മൾ ചരിത്രം പഠിക്കാൻ തയ്യാറാകാതെ, എന്തൊക്കെയാണ് നമുക്കുള്ള അവകാശങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാനോ പഠിക്കാനോ തയ്യാറാകാതെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം വരുന്ന സമയത്ത് അത് പിന്നെ ഒന്ന് തട്ട ഉരച്ചു പോയാലും പോരെ എന്ന് ചോദിക്കേണ്ടവരല്ല നമ്മൾ. നമുക്കുള്ള അവകാശമാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് അവന്റെ ഇസ്ലാമിക നിലപാടുകൾ പാലിക്കുന്നതിന് രാജ്യം അതിന് വേണ്ട എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ, പ്രൊട്ടക്ഷൻ വേണോ അത് തരണം എന്നാണ്. അതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന. ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകും. നമുക്ക് കുറച്ചൊരു ഇസ്സത്ത് ഉണ്ടാകും. നമ്മൾ ചില്ലറക്കാരൊന്നുമല്ല, നമ്മൾ ഇസ്ലാമിന്റെ ആൾക്കാരാണ്. എന്താണ് ഇസ്ലാമിന്റെ പ്രത്യേകത? ഇത് അള്ളാഹു തെരഞ്ഞെടുത്ത ദീനാണ്. ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. അതിലെന്താണ് സംശയമുള്ളത്? അതിന് നമുക്ക് തന്നെ സംശയം. എത്ര മതി, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയാൽ മതി എന്ന് നമ്മൾ വിചാരിക്കുന്നു വേണ്ട. ഇതിനാരെങ്കിലുമൊക്കെ മെനക്കെട്ട് അത് നശിപ്പിക്കാനും തകർക്കാനൊക്കെ കഴിഞ്ഞാൽ ഈ ഇസ്ലാം ദീനിനെ തകർക്കാൻ കഴിയില്ല. ആരെത്ര ശ്രമിച്ചാലും പറഞ്ഞ് ഇതിനെ ഇല്ലാതാക്കാൻ കരുതിയാലും അള്ളാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നതാണ്. അത്ര ഉറപ്പുള്ള ഒരു ദീനിന്റെ വക്താക്കളായിട്ട് ആ ഒരു ഈമാൻ, ആ ഒരു ആർജവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്
അതേസമയം നാട്ടിൽ വർഗീയത വളർത്താനും എങ്ങനെയെങ്കിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലണം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലണം, ഇതൊക്കെ രണ്ടും രണ്ടായി നിൽക്കണം എന്ന് ആലോചിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവിടെ രാഷ്ട്രീയക്കാരുണ്ടാകും, സ്വാർത്ഥ താല്പര്യക്കാരുണ്ടാകും. അവർക്ക് ഭരണവും മറ്റൊക്കെ ലക്ഷ്യണ്ടാകും. അതിനൊന്നും വടിയായി തൊന്നു കൊടുക്കാതെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ദീനിന് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്താ പതക്കത്ര പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇപ്പൊ തട്ടിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു വരാൻ ആൾക്കാരുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കോടാലികളായി മാറും. ഇതിന്റെ അകത്ത് നിന്നിട്ട് ദീനിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുന്നത്. അത്തരം പ്രവർത്തനങ്ങളിലൊന്നും നമ്മൾ ആരും ചെന്നും ചേരരുത്, പെട്ടുപോകരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. ദീനിനു വേണ്ടി നിലനിൽക്കേണ്ട രൂപത്തിൽ നിലനിന്ന് നമ്മൾ പോവുക. സ്വർഗ്ഗാണ് ലക്ഷ്യം, അത് നേടുക. അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ഖതീബ് ഇസ്മായിൽ മൗലവിയുടെ ഉമ്മ ICUവിലാണുള്ളത്. ഒരു അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞ സുബൈർ ഭായിയുടെ ഉമ്മ, അവർക്ക് വേണ്ടിയും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം ഓർമ്മപ്പെടുത്താൻ. മരണത്തിന്റെ വാർത്തകളുമ്പോൾ അടുത്തൊരു വാർത്ത എന്നെ പറ്റിയാവുമല്ലോ എന്ന് ആലോചിക്കണം എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം വിശാലമാക്കാനുള്ള കൃപയായി. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കാനുള്ള മഹാസൗഭാഗ്യം അവർക്കും നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന്. അല്ലാഹുവേ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിറഞ്ഞു മറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. നാഥ, അവർക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് യാത്രയാകാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا وأجر والدينا من النار. اللهم أدخلنا الجنة مع الأبرار. توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك.